ഞാൻ ആമുഖ ഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞ് നമുക്കിത് സംബന്ധമായ വിധികളെ സംബന്ധിച്ചും വിലക്കുകളെ സംബന്ധിച്ചുമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരാൾക്ക് വിശുദ്ധ റമദാനിൽ ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ ഇബാദത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഇരട്ടിയായും അത് 700 ഇരട്ടി വരെ അല്ലാഹു തആല പുണ്യകർമ്മങ്ങൾക്ക് പ്രതിഫലമായി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നോമ്പ് അങ്ങനെയല്ല. നോമ്പ് 700 ഇരട്ടിക്കും അപ്പുറമാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കണക്കറ്റ രീതിയിൽ, നമുക്കതിന്റെ കണക്കറിയില്ല, അതിന്റെ കണക്ക് അള്ളാഹുവിനെ അറിയൂ. കണക്കറ്റ രീതി നമ്മളെ സംബന്ധിച്ച് കണക്കില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ പ്രതിഫലം നൽകും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. നോമ്പ് എനിക്കുള്ളതാണെന്നും അതിന് ഞാനാണ് പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞതിന്റെ ഒക്കെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ അക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. അത് ഒന്ന്, റമദാൻ എന്ന് പറയുന്ന മാസത്തിന്റെ സവിശേഷതയാണ്. ചില ഇബാദത്തുകൾക്ക് അല്ലാഹു തആല പ്രതിഫലം ധാരാളമായി നൽകുന്നത് ഒന്നതിന്റെ സമയം പരിഗണിച്ചുകൊണ്ടാണ്, രണ്ട് സ്ഥലം പരിഗണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിന്റെ പ്രതിഫലത്തിൽ വർധനവ് നൽകാറുണ്ട്. മക്കയിൽ വെച്ച് നമസ്കരിക്കുന്ന നമസ്കാരം, മദീനയിൽ വെച്ച് നമസ്കരിക്കുന്ന ഹറമിൽ, മദീന ഹറമിൽ വെച്ച് നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ, അതുപോലെ ഖുബാ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്ന നമസ്കാരം, ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് നമസ്കരിക്കുന്ന നമസ്കാരം, ഇവക്കൊക്കെ ഇതര പള്ളികളിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമുണ്ട് എന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ കാണാം. ഇവിടെ നോമ്പ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന മാസത്തിന്റെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാസത്തിന് ഒരുപാട് സവിശേഷതകൾ കൽപ്പിച്ചിട്ടുണ്ട്. ആ സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു തആല അതിന് ഏറെ പ്രതിഫലം നൽകും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഒന്നാമതായി നമ്മൾ അറിയേണ്ടത്. രണ്ടാമതായി, നോമ്പുകാരന് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 സന്തോഷങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്വാഇമി ഫർഹതാൻ, നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഒന്ന് ഇൻദ ഫിത്രി, നോമ്പ് തുറക്കുന്ന സമയത്തുണ്ടാകുന്ന സന്തോഷം.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട വിധം, അവൻ കൽപ്പിച്ച രൂപത്തിൽ എനിക്കൊരു നോമ്പ് അനുഷ്ഠിക്കാൻ സാധിച്ചു എന്ന ഒരു പുണ്യകർമ്മം ചെയ്തതിലുള്ള അതിരറ്റ സന്തോഷം ഒരു വിശ്വാസിക്ക് ഉണ്ടാകും. രണ്ടാമത്തെ സന്തോഷം അതിലും വലുതാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നോമ്പുകാരൻ കണ്ടുമുട്ടും. ഇൻദ ലിഖാഇ റബ്ബി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയം നോമ്പുകാരന് ഉത്കടമായ സന്തോഷമുണ്ടാകും. അതും നോമ്പിന്റെ പ്രത്യേകതയായി പറഞ്ഞിട്ടുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നോമ്പുകാരന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായി, നോമ്പുകാർക്ക് മാത്രമായി സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഒരു പ്രത്യേക കവാടം തന്നെ അല്ലാഹു സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ബാബു റയ്യാൻ. റയ്യാൻ എന്ന കവാടത്തിലൂടെയാണ് നോമ്പുകാർ പ്രവേശിക്കുക. നാലാമത്തെ കാര്യം, നോമ്പ് ഒരു പരിചയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പാപങ്ങളെ പ്രതിരോധിച്ച് നിർത്തുവാൻ പറ്റുന്ന, ഉതകുന്ന ശക്തമായ ഒരു പരിചയാണ് വ്രതം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധമായ ജീവിതം നയിക്കാൻ നോമ്പ് ഏറെ ഫലപ്രദമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി പറഞ്ഞു, യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകും അൽബാഅ ഫലയതസവ്വജ്, ശേഷിയുള്ളവൻ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞ ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, ശേഷിയില്ലാത്തവൻ അവൻ നോമ്പനുഷ്ഠിക്കണം. കാരണം ആ നോമ്പ് അവന് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നിമിത്തമാകും. ആ നോമ്പിലൂടെ പാപത്തിന്റെ പ്രഹരം അടിയേൽക്കാതെ അവന് ശുദ്ധമായ വിശുദ്ധമായ ജീവിതം നയിക്കാൻ സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം, നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് അത് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അള്ളാഹുവേ, ഈ മനുഷ്യൻ നോമ്പനുഷ്ഠിക്കുക വഴി ദാഹം സഹിക്കുകയും വിശപ്പ് പേറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ വിഷയത്തിൽ ഞാൻ ചെയ്യുന്ന ശഫാഅത്ത്, ശുപാർശ നീ സ്വീകരിക്കണേ എന്ന് നോമ്പ് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യും എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ പറയപ്പെട്ട നേട്ടങ്ങൾക്ക് പുറമെ ഒരുപാട് നേട്ടങ്ങൾ വേറെയും കാണാം. അതെല്ലാം ലഭ്യമാവാൻ, കരസ്ഥമാക്കാൻ നോമ്പിന്റെ വിധി വിലക്കുകൾ ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. അതല്ല, വിധികളും വിലക്കുകളും ഒന്നും ശ്രദ്ധിക്കാതെ കേവലം ഒരു ചടങ്ങായി നമ്മുടെ ഈ നോമ്പ് അത് തരം താഴ്ന്നു പോകുകയാണ് എങ്കിൽ അത്തരം നോമ്പുകാരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, വകം മിൻ സ്വാഇമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ല ളമ വകം മിൻ ഖായിമിൻ ലൈസ മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്ര നോമ്പുകാരാണ് ആ നോമ്പ് വഴി എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ കുറെ ദാഹം സഹിച്ചു എന്നതല്ലാതെ വേറെ ഒരു പ്രയോജനവും നേടാൻ സാധിക്കാത്ത ഹതഭാഗ്യരായ എത്ര വ്രതാനുഷ്ഠാനികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എത്ര രാത്രി നമസ്കാരക്കാർ ആ രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ ഒരു മനസ്സാന്നിധ്യമില്ലാതെ, ശ്രദ്ധയില്ലാതെ, ഏകാഗ്രതയില്ലാതെ കേവലം ഒരു ചടങ്ങായി നിർവഹിക്കുന്ന രാത്രി നമസ്കാരം, ആ നമസ്കാരം കൊണ്ട് എന്ത് നേട്ടം ലഭിച്ചു എന്ന് പരിശോധിച്ചാൽ കുറെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നതല്ലാതെ പറയപ്പെടാവുന്ന ഒരു നേട്ടവും ലഭിക്കാത്ത ഒരുപാട് സമയം അങ്ങനെ വൃഥാ നഷ്ടപ്പെട്ടു പോയ രാത്രി നമസ്കാരെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ബോധ്യപ്പെടുത്തുന്നത് നോമ്പ് വഴി
നമുക്ക് ഉന്നതമായ ഇവിടെ ഞാൻ സൂചിപ്പിച്ച നേട്ടങ്ങളും അതിനപ്പുറമുള്ള ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് ലഭ്യമാവാൻ അടിസ്ഥാനപരമായി അതിന്റെ നിർവഹണം ശരിയാകണം. അള്ളാഹു കൽപ്പിച്ച വിധം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന വിധം അത് നിർവഹിക്കണം. എല്ലാ ഇബാദത്തുകളുടെയും കുറ്റമറ്റ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. വിശുദ്ധ റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 9 റമദാനുകൾ കടന്നുപോയിട്ടുണ്ട്. റമദാൻ നോമ്പ് നിർബന്ധമാക്കിയിട്ട് 9 റമദാനാണ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ആ 9 വർഷവും നബി നോമനുഷ്ഠിച്ചതിന്റെ ശരിയായ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത് ഇന്നും നമുക്ക് വായിക്കാനും പഠിക്കാനും പറ്റുന്ന വിധം ക്രോഡീകരിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ വിധത്തിലാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. ആ വിധികളെ കുറിച്ചാണ് നമുക്ക് ഇന്ന് കാര്യമായി ശ്രദ്ധിക്കാനുള്ളത്. അതുകൊണ്ട് ഇത് ഒരു ഫിഖ്ഹിയായ ക്ലാസ്സാണ്, യഥാർത്ഥത്തിൽ ഒരു കർമ്മശാസ്ത്ര സംബന്ധിയായ ക്ലാസ്സാണ്. അതുകൊണ്ട് നന്നായി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നമുക്കിതിൽ എന്തെങ്കിലും അറിയാത്ത പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് അത് വീണ്ടും കേട്ട് മനസ്സിലാക്കി അങ്ങനെ നമുക്കൊരു ആത്മവിശ്വാസത്തോടുകൂടെ നോമ്പ് അനുഷ്ഠിക്കാൻ, എല്ലാ ഇബാദത്തും ഒരു ആത്മവിശ്വാസത്തോടുകൂടെ ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ഇബാദത്തിനെ കുറിച്ച് കൃത്യമായ അറിവ് നമുക്കുണ്ടാകണം. അവൻ അതിന്റെ വിശദാംശങ്ങളെല്ലാം പഠിക്കണം എന്നല്ല പറയും. നമുക്ക് ആ ഇബാദത്ത് ശരിയാകാൻ അനിവാര്യമായും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അത് നമ്മൾ അറിയണം. അത് നമുക്ക് നിർബന്ധമാണ്. ഒരാൾക്ക് ഒരു ഇബാദത്ത് നിർബന്ധമായാൽ ആ ഇബാദത്തിന്റെ വിധിവിലക്കുകളാൽ പഠിക്കൽ നിർബന്ധമാണ്. ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമായി, ഹജ്ജിന്റെ വിധിവിലക്കുകൾ പഠിക്കൽ നിർബന്ധമാണ്. ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനാണ് അയാൾ, അപ്പൊ സക്കാത്തിന്റെ വിധിവിലക്കുകൾ അയാൾ പഠിച്ചിരിക്കണം. നമസ്കാരം നിർബന്ധമായ ഒരു വ്യക്തി ഉളൂഹ്, നമസ്കാരത്തിന്റെ രൂപം, ഇതൊക്കെ പഠിക്കൽ നിർബന്ധമാണ്. അതേപോലെ തന്നെയാണ് നോമ്പും. നോമ്പ് നിർബന്ധമായ ഒരാള് അതിന്റെ അനിവാര്യമായ വിധി വിലക്കുകൾ അയാൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത്തരം ഒരു ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുന്നതും ഈ വിധികൾ അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണവും അതാണ്. അപ്പൊ നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ അഹ്കാമുകളിലേക്ക് നീങ്ങാം. ഇവിടെ ഏതാനും ചില സംശയങ്ങൾ എഴുതി കിട്ടിയിട്ടുണ്ട്. അതിനെ മറുപടി പറയാം. എന്നിട്ട് പിന്നെ അതിൽ വരാത്ത ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ കൂട്ടിച്ചേർത്ത് നമുക്ക് ആ വിഷയം നന്നായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യം ഇവിടെ വന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കാം. ഒന്ന്, പിന്നെ ചില പള്ളികളിൽ സുബഹി ബാങ്ക് യഥാർത്ഥ സമയത്തിൽ നിന്ന് ഏകദേശം 8 മിനിറ്റ് മുമ്പാണ് കൊടുക്കുന്നത്. ഈ ബാങ്ക് കേട്ടാൽ ഭക്ഷണം കഴിക്കൽ നിർത്തേണ്ടതുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. നമ്മുടെ നാട്ടിലെ ചില പള്ളികളിൽ അവർ ഉപയോഗിക്കുന്ന കലണ്ടറുകൾ, അത് രചിച്ചിട്ടുള്ള ആളുകൾ തന്നെ, പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇതിലെ ഈ സുബഹി ബാങ്കിന്റെയും മഗ്രിബ് ബാങ്കിന്റെയും സമയത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് രചിച്ച ആളുകൾ തന്നെ പറഞ്ഞത്. അത് സുബഹിയുടേത് കുറച്ച് പിന്തിയും, സുബഹി കുറച്ച് നേരത്തെ, അല്ലെ, സുബഹി കുറച്ച് നേരത്തെയും മഗ്രിബ് കുറച്ച് വൈകിയുമാണ്. ഇത് റമദാനിലല്ല, എല്ലാ കാലത്തും ഉണ്ട്. നമ്മളെ റമദാനിലെ ശ്രദ്ധികളുള്ളൂ എന്ന് മാത്രം, എല്ലാ കാലത്തും ഉള്ളതാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ അവർ തന്നെ എഴുതിയിട്ടുള്ളത് അതിന്റെ കൃത്യസമയം അല്ല എന്നാണ്. അതിന്റെ സമയമാകുന്നതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് സുബഹി ആകുമ്പോ കൊടുക്കുന്നത്. മഗ്രിബ് ആകുമ്പോ സമയം കഴിഞ്ഞ് ഏതാനും മിനിറ്റ് കഴിഞ്ഞിട്ടുമാണ്. അപ്പൊ അത് യഥാർത്ഥ സമയമല്ല എന്ന് അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് അതൊരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തതാണ് എന്നാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബാങ്ക് കേട്ടിട്ട് ഒരാൾക്ക് നോമ്പ് സന്ധ്യ അത്താഴം കഴിക്കുന്നതിന് വിരോധമല്ല. അത്താഴം കഴിക്കാനുള്ള സമയം കിട്ടും. 8 മിനിറ്റ് ഒക്കെ മതി സാധാരണ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാം. അപ്പൊ ആ സമയത്ത് ഒരാൾ അത്താഴം കഴിച്ചാൽ അത് ഒരിക്കലും നോമ്പ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അത് നോമ്പിന് കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഇനി അതൊന്നും വേണ്ട, നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ തന്നെ സെർച്ച് ചെയ്താൽ സ്റ്റാൻഡേർഡ് സമയം എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ സമയങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ആ ബാങ്ക് കേട്ട് കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമല്ല. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ആ ബാങ്ക് കേട്ട് സുബഹിസ്കരിക്കരുത്. സുബഹിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂല. അത് കാരണം അത് സമയമാണിന് മുമ്പുള്ള നിസ്കാരവും. ഇപ്പൊ ഒരാൾ ആ ബാങ്ക് കേട്ടിട്ട് ഭക്ഷണം കഴിക്കുന്നത് നിർത്തി, ഭക്ഷണം കഴിക്കലാണോ സ്റ്റോപ്പ് ചെയ്തു, നോമ്പ് കിട്ടും. നോമ്പിനെ ബാധിക്കുന്ന വിഷയമല്ല അത്, അവിടെ നോമ്പിന് പ്രശ്നമല്ല. പക്ഷെ ആ ബാങ്ക് കേട്ടിട്ട് ഒരാൾ സുബഹിസ്കരിച്ചാലോ, സുബഹി നമസ്കരിച്ചാൽ സമയമാകുന്നതിന് മുമ്പ് നമസ്കരിക്കുക എന്നൊരു പ്രശ്നം വരും. അതുകൊണ്ട് ആ നമസ്കാരം ഫർദ് നമസ്കാരമായി പരിഗണിക്കില്ല, അതൊരു സുന്നത്ത് നമസ്കാരമായിട്ടേ പരിഗണിക്കുള്ളൂ. അപ്പൊ അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഇനി രണ്ടാമതൊരു ചോദ്യം, വിത്തറിലെ കുനൂത്ത് വളരെയധികം സമയമെടുത്ത് നടത്തുന്നത് സുന്നത്താണോ എന്നാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്തറിൽ ഓതാൻ പഠിപ്പിച്ചിട്ടുള്ള കുനൂത്താണ് എന്ന് പല പള്ളികളിലും സുബഹിക്ക് നിർവഹിക്കുന്ന കുനൂത്ത്. അത് ശരിക്കും വിത്തറിൽ പാരായണം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കുനൂത്താണ്. അപ്പൊ അതും പിന്നെ സ്വഹാബികളിൽ നിന്ന് ചില പ്രാർത്ഥനകളും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ ആയാല് കേവലം ഒരു 5-6 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത്രേ അത് ദീർഘിപ്പിക്കാവൂ. അല്ലാതെ കുനൂത്ത് അങ്ങ് ദീർഘമായി പാരായണം ചെയ്യുക എന്നുള്ളത് സലഫുകളുടെ രീതി അല്ല. നോമ്പുകാരനെ പ്രാർത്ഥിക്കാം, അവന് ധാരാളമായി ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കണം. അവൻ നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്, ഉത്തരം കിട്ടും എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വിത്തറിലെ കുനൂത്ത് അത് സുന്നത്താണ്. അതിങ്ങനെ ദീർഘമായി കുനൂത്ത് ഓതുന്നത് സലഫുകളുടെ രീതിയല്ല. പല ഇന്നത്തെ സലഫുകളിൽ തന്നെ പണ്ഡിതന്മാർ തന്നെ അക്കാര്യത്തെ സംബന്ധിച്ച് വിശദമായി അത് അത്ര ശരിയല്ല എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളും അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഇവിടെ വന്ന ചോദ്യം 3, ഇശാ ജമാഅത്തിനോടൊപ്പം മഗ്രിബ് നിസ്കരിക്കുന്നവർ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഇത് റമദാനുമായി ബന്ധപ്പെട്ടാണോ എനിക്കറിയില്ല. ഇശാ നമസ്കാരം നിർവഹിക്കും, ഇമാമ് ഇശാ നിസ്കരിക്കുകയാണ്. അപ്പോ മഅ്മൂമിന് മഗ്രിബ് നിസ്കരിക്കാണ്ട് അയാൾ എങ്ങനെ നിസ്കരിക്കുക? അയാൾ നമസ്കരിക്കേണ്ടത്, അയാൾ ഇമാമിന്റെ കൂടെ തുടരുന്നു. 3-ാമത്തെ റക്അത്താവുമ്പോ മഗ്രിബ് തീരുമല്ലോ. അത് മഗ്രിബ് 3 റക്അത്തല്ലേ ഉള്ളൂ. അപ്പൊ 3-ാമത്തെ റക്അത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത്, അദ്ദേഹം ഈ തശഹുദിന് വേണ്ടി ഇരിക്കുക, തഹിയ്യാത്തിൽ ഇരിക്കുക. അങ്ങനെ പൂർണ്ണമായും അത്തഹിയ്യാത്തൊക്കെ ചൊല്ലി അയാള് ഇമാമ് ഇശാ നിസ്കാരമായതുകൊണ്ട് 4-ാമത്തെ റക്അത്തിലേക്ക് വരുന്നത് വരെ അയാൾ അത്തഹിയ്യാത്തിൽ തന്നെ പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഇമാമ് സലാം വീട്ടുമ്പോ ഇമാമിന്റെ കൂടെ അയാളും സലാം വീട്ടും. ഇതാണ് അതിന്റെ ഒരു രീതി. രണ്ടാമത്തെ ഒരു രീതി ഉള്ളത്, 3-ാമത്തെ റക്അത്തിൽ മഗ്രിബ് നമസ്കരിക്കുന്നവൻ 3-ാമത്തെ റക്അത്തിൽ അവസാനത്തെ അത്തഹിയ്യാത്തിന് വേണ്ടി ഇരിക്കുന്നു. അയാൾ അത്തഹിയ്യാത്തും സ്വലാത്തും പ്രാർത്ഥനയും ഒക്കെ നിർവഹിച്ച് ഞാൻ ഇമാമുമായി വേർപിരിയുന്നു എന്ന നിയ്യത്തോടുകൂടെ അദ്ദേഹം സലാം വീട്ടിയിട്ട് നിസ്കാരത്തിൽ നിന്ന് നിസ്കാരം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം ഇമാമുമായുള്ള ബന്ധം വേർപ്പെടുത്തണം. എന്നിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഈ ഇമാമിന് വേണമെങ്കിലല്ല അയാൾക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇമാമിന് റക്അത്ത് നമസ്കരിക്കണ്ടല്ലോ ഇമാമ്, ആ ഇമാമിന്റെ കൂടെ ഇശാന്റെ നിയ്യത്തിൽ ഇമാമിനെ തുടർന്നാൽ അയാൾക്ക് ഇശാന്റെ ജമാഅത്തും കിട്ടും. ആ 2 രീതിയാണ് പണ്ഡിതന്മാർ അത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്.
അഞ്ചാമത്തേത്, അഞ്ചാറോ നല്ല എണ്ണം നോക്കൊന്നും വേണ്ട, ഇവിടെ ഒന്ന് ചോദ്യങ്ങളെ ഞാൻ വായിക്കുന്നത്. തറാവീഹ് നടക്കുമ്പോൾ ഇശ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് അധികവും റമദാനിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ തറാവീഹ് ഇമാമ തറാവീഹ് നമസ്കാരം നിർവഹിക്കുമ്പോഴായിരിക്കും ചിലപ്പോ നമ്മൾ പള്ളിയിൽ വരിക. കുറച്ച് വൈകി വരേണ്ടി വന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ നമ്മൾ പള്ളിയിൽ വന്നപ്പോഴേക്ക് ഇശാന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ തറാവീഹ് നമസ്കാരം തുടങ്ങിയിട്ടുണ്ട്, നമുക്കാണെങ്കിൽ ഇശ നിസ്കരിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇശാ നമസ്കരിക്കുകയാണ് എന്ന നിയ്യത്തിൽ ഈ ഇമാമിനെ തുടരുക. അപ്പൊ ഇമാമ് തറാവീഹ് നമസ്കരിക്കുമ്പോ രണ്ടാമത്തെ റക്അത്തിൽ സലാം കൂട്ടും. അങ്ങനെ സലാം കൂട്ടുമ്പോ നമ്മൾ സലാം കൂട്ടാതെ 3ലേക്ക് എണീക്കുക. നമുക്ക് ബാക്കിയുള്ള നമസ്കാരം 2 റക്അത്ത് കൂടെ നമസ്കരിക്കാം ഇശാന്റെ നിയ്യത്തിൽ. അപ്പൊ അവിടെ ഇമാമ് നമസ്കരിക്കുന്നത് സുന്നത്താണ്, തറാവീഹ് സുന്നത്താണ്. ഇദ്ദേഹം ഇശ നമസ്കരിക്കണം, ഇശയാണെങ്കിൽ ഫർളുമാണ്. ഫർള് നമസ്കരിക്കുന്ന ഒരാൾക്ക് സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളെ തുടർന്ന് നമസ്കരിക്കുന്നതിൽ തെറ്റില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. അതിന് തെളിവുകളുണ്ട്. മുആദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മഅ്മൂമായി ഇശ നമസ്കരിച്ച് അദ്ദേഹം താമസിക്കുന്ന പ്രദേശത്തുള്ള പള്ളിയിൽ വന്ന് അവിടെ ഇശാ ജമാഅത്തിന് അദ്ദേഹം ഇമാമ് നിൽക്കും. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ നമസ്കാരം സുന്നത്താണ്, അദ്ദേഹം നേരത്തെ നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇശാ നമസ്കാരം ഇമാമായിട്ട് നിസ്കരിക്കണം. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാം, നമുക്കും ചെയ്യാം. അങ്ങനെ രണ്ടാമത് നമസ്കരിക്കുന്ന ആളെ സംബന്ധിച്ച് സുന്നത്താണ്. എന്നാൽ മഅ്മൂമികളെ സംബന്ധിച്ചോ അത് ഫർളുമാണ്. അപ്പൊ മഅ്മൂമികൾ ഫർളാണ് നിസ്കരിക്കുന്നത്, ഇമാമ് സുന്നത്തുമാണ്. സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാളെയാണ് മഅ്മൂമികൾ ഫർള് നിസ്കരിക്കുന്ന മഅ്മൂമികൾ തുടരുന്നത്. അത് സ്വഹിയാണ്. നബി അത് അറിഞ്ഞിട്ടും അത് വിലക്കിയിട്ടില്ല. നബി അത് അറിഞ്ഞിട്ടുണ്ട്. നബി അങ്ങനെ തെറ്റാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയണം, അത് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ അത് ചെയ്യാവുന്നതാണ്. ഇവിടെ അതന്നെ ചെയ്യേണ്ടത്. ഇശ നിസ്കരിക്കുന്ന ആള് തറാവീഹ് നിസ്കരിക്കുന്ന വിമാനം തുടരുമ്പോ അദ്ദേഹം ഇശാഇന്റെ നിയ്യത്തോടുകൂടെ തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിനെ തുടരുക. എന്നിട്ട് അദ്ദേഹം ഇമാമ് സലാം കിട്ടുമ്പോ ബാക്കിയുള്ള 2 റക്അത്ത് കൂടെ അദ്ദേഹം നമസ്കരിക്കുകയാണ് വേണ്ടത്. പിന്നുള്ളത് നോമ്പ് തുറക്കുമ്പോൾ എന്താണ് ചെല്ലേണ്ടത് എന്നാണ്. എപ്പോഴാണ് ചെല്ലേണ്ടത്? നമ്മൾ ബിസ്മില്ല എന്ന് പറഞ്ഞ് ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക അല്ലെങ്കിൽ വെള്ളം, അതാണ് അതിന്റെ ക്രമം. അത് ചെല്ലി കാരക്ക കഴിച്ചു, ആ ഈത്തപ്പഴം കഴിച്ചു, അതില്ലെങ്കിൽ കാരക്ക കഴിച്ചു, അതില്ലെങ്കിൽ വെള്ളം കുടിച്ചു. അതിനുശേഷമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഓർമ്മ ഉണ്ടോക്ക? സുന്നത്ത് നോമ്പൊക്കെ അനുഷ്ഠിക്കുമ്പോൾ തന്നെ ചെല്ലുണ്ട്, റംസാന് മാത്രല്ല. ദാഹം പോയി, ദാഹം നിലച്ചു. വബ്തല്ലത്തിൽ ഉറൂഖ്, ഞാടി ഞരമ്പുകളൊക്കെ നനഞ്ഞു. പ്രതിഫലം ഉറപ്പായി ഇൻഷാ അല്ലാഹ്. അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ ഇതിന്റെ കൂലി സ്ഥിരപ്പെട്ടു, ഉറപ്പായി. കൂലി സ്ഥിരപ്പെടണമെങ്കിൽ നമ്മുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ വരാതെ സൂക്ഷിക്കണം. അപ്പൊ നമ്മളൊക്കെ നോമ്പനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് 10 പതിറ്റാണ്ടുകളായിട്ടുണ്ടാവും. ആ 10 പതിറ്റാണ്ടുകൾ മുമ്പ് നോമ്പൊക്കെ എപ്പോഴും ഉണ്ട്, അള്ളാഹു ആയാലും. അപ്പൊ അത് നഷ്ടപ്പെടാതെ അങ്ങനെ നിൽക്കണമെങ്കിൽ ശ്രദ്ധിക്കണം എന്നർത്ഥം. നോമ്പ് നഷ്ടപ്പെട്ടു പോകാതെ അതിന്റെ പ്രതിഫലം നോമ്പിന് ശേഷവും ഒരു 30 ദിവസവും നോമ്പ് നിൽക്കുക എന്നതിനേക്കാൾ പ്രയാസമാണ് അതിന്റെ കൂലി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്ന് പറയും. ഒരു വാക്ക് മതിയാവും. നമ്മൾ 10 പതിറ്റാണ്ടുകൾ ചെയ്ത ഇബാദത്തിന് വെള്ളത്തിലോ. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഴുതി കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ അല്ലേ നിങ്ങള്? ഞാൻ പറയുന്നത് ഇതിന്റെ കൂർമ്മ ശരിക്കും കിട്ടില്ല. നിങ്ങൾ ചോദിക്കൂലേ? ഈ നഷ്ടപ്പെട്ട നോമ്പ് എന്ന് പറയുന്നത് ഫിദിയ കൊടുക്കേണ്ടുന്ന ആളുകള്, ഒന്ന് ഫിദിയ കൊടുക്കേണ്ടുന്ന ആളുകളുണ്ട്, ഖളാ വീട്ടേണ്ടുന്നവരുണ്ട്. അതില് നോമ്പ് ഖളാ വീട്ടേണ്ടുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് വയോവൃദ്ധം, അങ്ങേയറ്റം പ്രായമായി, ബുദ്ധിയൊക്കെ ഉണ്ട്, പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് നോമ്പനുഷ്ഠിക്കാൻ ആരോഗ്യമല്ല. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവര് ആ വർഷം എത്ര നോമ്പാണോ ഉണ്ടായത്, ചിലപ്പോ 29 ആവും, ചിലപ്പോ 30 ആവും. 29 നോമ്പാണെങ്കിൽ ഓരോ നോമ്പിനും ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കും. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി. അപ്പൊ അത് ഇത്രയാണ് അതിന്റെ അളവ്, തൂക്കമെന്ന് നെസ്സായി കൃത്യമായി വരാത്ത കൊണ്ട് പണ്ഡിതന്മാര് അതീതിൽ വന്നിട്ടുള്ളത് ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കുക എന്നാണ്. അപ്പൊ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഒരു 1.5 കിലോ ഒക്കെ കൊടുത്താൽ ഇഷ്ടം പോലെ ആയി, തർക്കല്ല. അനസ് റളിയല്ലാഹു തആല അൻഹു ചെയ്തിരുന്നത്, സ്വഹാബിയാണ്, ഒരുപാട് കാലം ജീവിച്ച ആളാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നരച്ച് കണ്ണിന്റെ പുരികം വരെ നരച്ചിരുന്നു. അത്ര കണ്ട് നരബാധിച്ച് അത്രയും പ്രായാധിക്യമുണ്ടായിരുന്ന ഒരു സ്വഹാബിയാണ്. അവർക്ക് മാസം കാണാൻ പോയ കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാസം കാണാൻ പോയിട്ട് അനസ് റളിയല്ലാഹു മാത്രം കാണും, വേറെ ആരും കാണുന്നില്ല. അദ്ദേഹം മാസത അതാ കാണുന്നു, ആരും കാണുന്നില്ല. അപ്പൊ എന്താ വെച്ചാല് ഒരു നരച്ച മുടി ഇങ്ങനെ തൂങ്ങി കിടക്കണം, അതായി കാണുന്നത്. അപ്പൊ ഒരാൾ വന്നിട്ട് പുരികൾ തടവി കൊടുത്തിട്ട് ഇപ്പൊ കാണുന്നുണ്ടോ ചോദിച്ചു. ഇല്ല, ഇപ്പൊ കാണുന്നില്ല. അപ്പൊ അത്രയും കാലം നരകം, പിന്നെ പുരികം വരെ നര ബാധിക്കുന്ന അത്രയും കാലം ജീവിച്ച ആളാണ്. അതുകൊണ്ട് അവസാന കാലത്തൊക്കെ അദ്ദേഹത്തിന് നോമ്പ് പിടിക്കാൻ പറ്റാതെ, നോമ്പ് കഴിഞ്ഞാൽ അദ്ദേഹം ആ വർഷം എത്ര നോമ്പാണോ ഉണ്ടായിരുന്നത് അത്ര അതിന്റെ എണ്ണം കണക്കാക്കിയിട്ട് ആ അഗതികളെ വിളിക്കും. ഇപ്പൊ 30 നോമ്പാണ്, 30 അഗതികളെ, പിന്നെ മിസ്കീന്മാരെ വിളിച്ചിട്ട് 30 അഗതികൾക്ക് എന്ത് ചെയ്യും, ഭക്ഷണം കൊടുക്കും. 29 നോമ്പാണ് ആ വർഷം ഉണ്ടായിരുന്നതെങ്കിൽ ആ വർഷം 29 ആളെ വിളിച്ചിട്ട് 29 ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. അതാണ് അതിന്റെ രീതി. ഇനി അതിൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യം, ഈ 30 നോമ്പിന്റെയും ഭക്ഷണം ഒരു മിസ്കീൻ തന്നെ കൊടുക്കാം. നമുക്ക് ഒരു മിസ്കീൻ തന്നെ 30 മിസ്കീനുകൾക്ക് ഭക്ഷണം ഇതാ കൊണ്ടേക്കൊണ്ട് കൊടുക്കാം. അരി, പ്രധാന ആഹാരം കൊടുക്കാം. അതല്ല 30 ആളുകളെ വിളിച്ചിട്ട് ഒരു നേരം കൊടുക്കുകയും ചെയ്യാം. 2 രീതിയും ചെയ്യാവുന്നതാണ്. ഇതാണ് അതിന്റെ രീതിയായി പറഞ്ഞിട്ടുള്ളത്. പിന്നുള്ളത് ഗർഭിണികൾ, മുലയൂട്ടുന്നവർ, ഇവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അവര് നോമ്പ് ഖളാ വീട്ടന്നെയാണ് വേണ്ട, അതല്ലാതെ മുദ്ദു കൊടുക്കല്ല വേണ്ട. മുദ്ദു കൊടുക്കണമെന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായങ്ങളുണ്ട്. അത് ദുർബലമായ അഭിപ്രായമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ബമ്മുറുള്ളിയ, മുലയൂട്ടുന്നവൾ, അതുപോലെ ഹാമിൽ, ഗർഭിണി, ഇവരൊക്കെ അവർക്ക് എപ്പോഴാണോ അത് നോറ്റുകൂട്ടാൻ സാധിക്കുക അപ്പൊ നോറ്റുകൂട്ടണം. ഈ റമദാൻ ഈ കൊല്ലം കഴിഞ്ഞ ഇടക്ക് നോറ്റുകൂട്ടണമെന്നൊന്നുമില്ല. കാരണം ഉണ്ടെങ്കിൽ നീട്ടിക്കൊണ്ടു പോകാം. അപ്പൊ അടുത്തൊല്ലായാലും മതി. അത് ഖളാ വീട്ട് തന്നെയാണ് വേണ്ടത് എന്നതാണ് അതിലെ ഏറ്റവും ശരിയായ അഭിപ്രായമായും പ്രബലമായ അഭിപ്രായമായും പറഞ്ഞിട്ടുള്ളത്. ഖളാ വീട്ടാണ് വേണ്ടത്. പിന്നുള്ളത് രോഗികളാണ്. രോഗികൾ നമ്മൾ പറഞ്ഞു, രോഗികൾ എന്ന് പറഞ്ഞ 2 തരാണ്. 2 തരത്തിലാണ് രോഗികളെ ഇവിടെ തിരിക്കുന്നത്. ഒന്ന്, മാറും എന്ന് പ്രതീക്ഷയുള്ള രോഗികൾ ഉണ്ടാവും. ആ രോഗം മാറാം. അങ്ങനെ രോഗികൾക്ക് ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, നോമ്പ് ഒഴിവാക്കിയിട്ട് രോഗം മാറിയ ശേഷം പിന്നെ ദിവസം നോറ്റി കൂട്ടിയാൽ മതി.
എന്നാൽ മാറുമെന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത രോഗികളാണ്. അങ്ങനത്തെ രോഗികളാണെങ്കിൽ അവർ ഇതേപോലെ മുദ്ദു കൊടുക്കണം. മുദ്ദു കൊടുക്കുക എന്നാണ് നമ്മൾ പറയാം. അത് നമ്മുടെ പ്രയോഗമാണ്. ഫിദിയ മുദ്ദു കൊടുക്കാനതിന്റെ അളവാണത്. അതുതന്നെയാണ് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി. ഒരു നോമ്പിന് ഒരു നേരത്തെ ഭക്ഷണം, 2 നോമ്പിന് 2 നേരത്തെ ഭക്ഷണം, പിന്നെ 2 നേരത്തെ ഭക്ഷണം കൊടുക്കുക. അത് പിന്നെ എത്ര നോമ്പാണോ ആ വർഷം ഉള്ളത് അതിന്റെ എണ്ണം കണക്കാക്കിയിട്ട് അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക. 30 നോമ്പുണ്ടെങ്കിൽ 30 മിസ്കീങ്ങൾക്ക് കൊടുക്കണം. 29 ഉണ്ടെങ്കിൽ 29 മിസ്കീങ്ങൾക്ക് കൊടുക്കുക. അതാണ് അതിന്റെ രീതിയായി പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരിക്കലും മാറുമെന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത രോഗികളാണെങ്കിൽ അവർക്ക് നേരത്തെയും കൊടുക്കാവുന്നതാണ്. നേരത്തെയും കൊടുക്കാം. ഇപ്പൊ നമ്മള് സക്കാത്ത് നേരത്തെ കൊടുക്കലുണ്ട്. അതേപോലെ സക്കാത്ത് മുൻകൂട്ടി കൊടുക്കാം. എന്റെ വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഒരാൾ നേരത്തെ കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. വർഷം തികഞ്ഞാൽ നിർബന്ധമായി എന്ന് മാത്രം. അതേപോലെ തന്നെയാണ് ഫിദിയ കൊടുക്കുന്നതും. അത് മാറുമെന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത രോഗികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നേരത്തെയും കൊടുക്കുക. പക്ഷെ അത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. ചിലപ്പോ ഈ റമദാൻ കഴിയുന്നതിന് മുമ്പ് ഒരു പക്ഷെ അദ്ദേഹം മരിച്ചു പോകാം. അതുകൊണ്ട് ഇതാവാമെന്നുള്ളൂ. ഏറ്റവും നല്ലത് നോമ്പ് കഴിഞ്ഞിട്ട് അതിന്റെ എണ്ണം കണക്കാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റേ ജായിസ് ആണെന്നുള്ളൂ. ഇതാണ് അതിലെ ഫിദിയയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഇത് വന്നല്ലോ അല്ലെ? അല്ല, അത് നമ്മള് മിസ്കീനാണെന്ന് ഉറപ്പ് വരുത്തണം. മിസ്കീന് കൊടുക്കുക. യത്തീമിന് കൊടുക്കുക എന്ന് പറയുമ്പോ പ്രശ്നമുണ്ട്. കാരണം യത്തീമിന് ചിലപ്പോ മിസ്കീൻ ആയിക്കൊള്ളുന്നില്ല. യത്തീമിലെ മുതലാളികളുണ്ട് മിസ്കീൻ, പിന്നെ യത്തീമികള് മിസ്കീനാണെന്ന് ഉറപ്പ് വരണം. അയാള് പിന്നെ പൂർണ്ണമായും മിസ്കീൻ എന്ന് പറഞ്ഞാൽ എന്താ, അയാളെ കയ്യില് കുറച്ചൊക്കെ കാശുണ്ട്, പക്ഷെ അയാൾക്കത് മതിയാകില്ല. കുറച്ചൊക്കെ കാശ് അതൊരു ഒരാൾക്ക് ഒരു മാസം അയാൾക്ക്, ഞാൻ ഉദാഹരണം പറയണത്, ഒരാൾക്ക് ഒരു മാസം അയാൾ ചെലവ് കഴിഞ്ഞു പോകണമെങ്കിൽ ഒരു 10,000 രൂപ വേണം. 10,000 രൂപ ഞാൻ ഉദാഹരണം പറയണത്. 10,000 രൂപ അയാൾക്ക് നിർബന്ധമാണ്. ഇതുണ്ടെങ്കിൽ അയാൾക്ക് ഒരു മാസം പിടിച്ചിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അയാൾക്ക് ആകെ 7,000 രൂപ വരുമാനമുള്ളൂ. 30,000 കുറവാണ്. അയാള് മിസ്കീന്റെ കണത്തിലാ വിടുക. കുറച്ചുണ്ട്, പക്ഷെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഈ മിസ്കീനെ കണ്ടെത്തുക എന്നുള്ളത് ഒരു പണിയാണ്. മിസ്കീൻ എന്നാണ് ആരോടും പറയില്ല. അപ്പൊ അവനെ കണ്ടെത്തുക എന്നുള്ളത് സാമൂഹ്യ ബാധ്യതയാണ്. സ്വഹാബികൾക്ക് അതറിയാമായിരുന്നു. അത്ര ആത്മബന്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു സ്വഹാബി മരിച്ചാലേ ആ സ്വഹാബിയുടെ കടം എത്രയാണെന്ന് വരെ അവർക്കറിയാം. ഈ ഒരു സ്വഹാബി മരിക്കുമ്പോൾ നബി ചോദിക്കുമല്ലോ, ഈ മയ്യത്തിന് കടണ്ടോ? അപ്പൊ പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊന്നുമല്ല, സുഹൃത്തുക്കളാ പറയുന്നത്. 2 ദീനാർ കടണ്ട്. ഈ മരിച്ച എന്റെ സുഹൃത്തിന് 2 ദീനാർ കടണ്ട്. അപ്പൊ അയാൾക്ക് 2 ദീനാർ കടല് വരെ സുഹൃത്തിന് അത്രയും വലിയൊരു ആത്മബന്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അത് പ്രയാസമാണ്. അപ്പോ അത് അഗതികളെ കണ്ടെത്തുക എന്നുള്ളത് ശരിക്കും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം. അതെന്ന് പറഞ്ഞാൽ അത് ഉറപ്പുവരുത്തണം. അത് കണ്ടെത്താനുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ അവലംബിച്ച് ഞാൻ കൊടുത്തിട്ടുള്ള ഈ എന്റെ ഈ ഫിദിയ അത് അഗതിക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ഏറെക്കുറെയെങ്കിലും നമുക്ക് ഉറപ്പാണ്. നമ്മൾ പരമാവധി അന്വേഷിച്ചു, നമുക്ക് അയാൾ മിസ്കീനാന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ടു, നമ്മൾ കൊടുത്തു, ബാധ്യത വീടി. അങ്ങനെയാണ്. ഒരാള് സക്കാത്ത് കൊടുത്തു. നമ്മൾ എത്രയാണ് ജമാഅത്ത്? ഒരാള് സക്കാത്ത് കൊടുത്തത് ഒരു മുതലാളിക്കൊണ്ടേ സക്കാത്ത് കൊടുത്തു. അപ്പൊ പിറ്റേ ദിവസം ആളുകൾ പറഞ്ഞു, നീ മുതലാളിക്ക് സക്കാത്ത് കൊടുക്കണമെന്ന് വെച്ചു. അപ്പൊ അദ്ദേഹം മിസ്കീനാണ്, പാവപ്പെട്ട ആളാണ്, സക്കാത്തിന് അർഹനാണ് എന്ന ഒരു പൊതുധാരണയിൽ, ഒരു മികച്ച ധാരണയിലാണ് അദ്ദേഹം കൊടുത്തത്. ആ കൊടുത്തതോടുകൂടി അദ്ദേഹത്തിന്റെ ബാധ്യത വീടി എന്നാണ്. അപ്പൊ അതേപോലെ നമുക്കൊരു ഏറെക്കുറെ അയാളൊരു മിസ്കീനാണെന്ന് ബോധ്യം ഉണ്ടായാൽ മതി. അങ്ങനെ ഒരു മിസ്കീനെ നമ്മൾ കൊടുത്താൽ നമ്മുടെ ബാധ്യത വീടും. ക്ലിയർ ആണോ?
ഇനിയുള്ളത് പിന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ് ചോദിക്കട്ടെ. ഞങ്ങള് 1.5 കിലോ ഞാൻ പറഞ്ഞില്ലേ, പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതന്നെ പറഞ്ഞത്. അത് കൃത്യമായി ഇത്ര എണ്ണം അതിൽ പറയാത്തത് കൊണ്ട് ചില പണ്ഡിതന്മാർ അത് നിസ്ഫു സാഅ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ മണ്ഡലിൽ ത്വാമ മിസ്കീൻ എന്നാണ്, ഒരു മിസ്കീനുള്ള ഭക്ഷണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനസ് റളിയല്ലാഹു തആല ചെയ്തതും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കലാണ് ചെയ്തിരുന്നത്. പിന്നെ 1.5 കൊടുത്താൽ പിന്നെ തർക്കല്ലാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതേ ഇഷ്ടമായി, പിന്നെ സംശയം വരുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ തന്നെ നമ്മളെ ബാധ്യത വീടി. അനസ് റളിയല്ലാഹു അൻഹു എന്താണ് സ്വീകരിച്ചത്? അദ്ദേഹം സ്വീകരിച്ച രീതി അങ്ങനെയാണ്. അരി കൊടുക്കുമ്പോ പിന്നെ അതിലേക്കുള്ള കൂട്ടും കൊടുക്കണം. അതൊക്കെ കഴിക്കണ്ടേ? എന്തിനാണ് ചോദിക്കുക, ഞാൻ പറയാം. അല്ലെങ്കിൽ പിന്നെ അവിടെ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടത് പറയാം. നിങ്ങൾക്ക് ഉള്ളത് ചോദിച്ചാൽ മതി, അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പറയാം. നോമ്പുകാരനെ നിയ്യത്ത് നിർബന്ധമാണ്. എല്ലാ ഇബാദത്തുകൾക്കും എല്ലാ ഇബാദത്തുകൾക്കും നിയ്യത്ത് നിർബന്ധമാകുന്നത് പോലെ തന്നെയാണ് നോമ്പിനും നിയ്യത്ത് നിർബന്ധമാണ്. അപ്പൊ നോമ്പിന്റെ നിയ്യത്ത് എപ്പോഴാ? ഫറള് നോമ്പാവുമ്പോ അത് രാത്രിയിൽ തന്നെ ഈ നോമ്പ് നോൽക്കുകയാണ് എന്നാൽ നിയ്യത്ത് വെച്ചിരിക്കണം. ഫറള് നോമ്പായതുകൊണ്ട് ഫജ്റിന്റെ മുമ്പ്, ഫജ്ർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അയാള് ഞാൻ നാളെ നോമ്പ് പിടിക്കും എന്ന പിന്നെ അങ്ങനെ നിർബന്ധമായ തീരുമാനമായിക്കണം, അസ്മ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. നോമ്പ് നിർബന്ധമായ നോമ്പിനാണെങ്കിൽ അത് നിർബന്ധമാണ്, രാത്രി തന്നെ നിയ്യത്ത് ചെയ്യണം. അല്ല, അയാൾക്ക് അങ്ങനെ തീരുമാനം ഉണ്ടാവണം. അത് പണ്ട് കാര്യമില്ല. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ മതി. കേവലം ഭക്ഷണം കഴിക്കാനല്ല, അയാള് മനസ്സിൽ ഞാൻ നാളെ നോമ്പനുഷ്ഠിക്കും എന്നൊരു ഉറച്ച തീരുമാനം അയാൾക്കുണ്ട്. അല്ലെ നിയ്യത്ത് തരണം. നിയ്യത്ത് ഉച്ചരിക്കണമെന്നും വേണ്ട. ഒരു ഇബാദത്തിലും നിയ്യത്തിന് ഉച്ചാരണല്ല. അത് മനസ്സിൽ കരുതിയാൽ മതി. നിയ്യത്ത് ചൊല്ലിക്കെടുക്കലുമില്ല. ചില പള്ളികളിൽ ഇവിടെ അറിയില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോ? അതെ, നിയ്യത്ത് ചൊല്ലിക്കൊടുക്കും, ഉസ്താദ് ചൊല്ലിക്കൊടുക്കും, അവനത് ഏറ്റു ചൊല്ലും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, أشهد أن لا إله إلا الله، أشهد أن محمد رسول الله، أشهد أن محمد رسول الله. حي على الصلاة، حي على الصلاة، حي على الفلاح، حي على الفلاح. الله أكبر، الله أكبر. لا إله إلا الله. ഫറള് നോമ്പ് അത് രാത്രിയിൽ തന്നെ അദ്ദേഹം നിയ്യത്ത്, അദ്ദേഹത്തിന് ഉറച്ച തീരുമാനം അതുണ്ടായിരിക്കണം.
പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടെന്ന് നിയ്യത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യം, ഒരാള് റമദാനിന്റെ ആദ്യ നോമ്പിന് തന്നെ അയാൾ ഇങ്ങനെ തീരുമാനിച്ചു, ഈ റമദാൻ മാസം മൊത്തം ഞാൻ നോമ്പനുഷ്ഠിക്കും, എല്ലാ ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കും എന്ന് ഒന്നാമത്തെ റമദാനിൽ തന്നെ അയാൾ ഉറച്ച തീരുമാനം എടുത്തു, അഥവാ നിയ്യത്ത് വെച്ചു എന്നർത്ഥം. ആ വ്യക്തി അങ്ങനെ ചെയ്താൽ മതി, ഒരു വ്യക്തി അങ്ങനെ ചെയ്താൽ അത് മതി എന്നതാണ് പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓരോ ദിവസവും അദ്ദേഹത്തിന് അത് പുതുക്കുകയുമാകാം. ഒരാള് ഒന്നാമത്തെ റമദാനിൽ തന്നെ ഈ മാസം എത്ര നോമ്പാണുള്ളത്, ആ നോമ്പ് മുഴുവനും ഞാൻ അനുഷ്ഠിക്കുമെന്ന് അയാൾ ഉറച്ചൊരു തീരുമാനം എടുത്തു. അങ്ങനെ ആയാൽ ആ നിയ്യത്ത് മതി. പിന്നെ അയാൾ ചെയ്യേണ്ടത്, പിന്നെ ഓരോ ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കുക, ആദ്യം എടുത്ത് നിയ്യത്തുണ്ടല്ലോ, ആ നിയ്യത്ത് ഇങ്ങനെ പുതുക്കുക. അതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താന്ന് ചോദിച്ചാൽ, ഇനി ഏതെങ്കിലും ഒരു ദിവസം അയാൾ നിയ്യത്ത് മറന്നാൽ അത് പ്രശ്നം വരില്ല. അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒറ്റ നിയ്യത്ത് അയാളെ മാസത്തിന്റെ തുടക്കത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു. അങ്ങനെ വന്നിട്ട് പിന്നെ ഇടയിൽ ഈ നോമ്പിന്റെ തുടർച്ചയെ നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അയാൾ ആ നിയ്യത്ത് പുതുക്കൽ നിർബന്ധമാണ്. അങ്ങനെ തുടർച്ച നഷ്ടപ്പെടുന്നത്, അയാളിങ്ങനെ ആദ്യം തീരുമാനിച്ചു, പിന്നീട് അദ്ദേഹത്തിന് യാത്ര പോകേണ്ടി വന്നു, ആ യാത്രയിൽ അയാൾ നോമ്പ് ഒഴിവാക്കി, അപ്പൊ തുടർച്ച നഷ്ടപ്പെട്ടല്ലോ. അപ്പൊ പിന്നെ അയാള് യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് നോമ്പ് തുടരുകയാണെങ്കിൽ അവിടെ അയാൾ ആ നിയ്യത്ത് പുതുക്കൽ നിർബന്ധമാണ്. അങ്ങനെ ആ രീതി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയൊക്കെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിയ്യത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം അതാണ്. പിന്നുള്ളത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങള് 5 കാര്യങ്ങളാണ് നോമ്പ് മുറിയുന്നത് ആകെ ഉള്ളത്. 5 കാരണങ്ങളാൽ നോമ്പ് മുറിയും. 1, നമുക്കറിയാം, തിന്നുക, മനഃപൂർവ്വം തിന്നുക, മറന്നിട്ടല്ല. 2, കുടിക്കുക. അതുപോലെ നോമ്പിന്റെ പകൽ സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. 4, ആർത്തവം. 5, പ്രസവരക്തം, നിഫാസ്. ഈ 5 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നുണ്ടായാൽ അയാളുടെ നോമ്പ് മുറിയും. ഇതില് മൂന്നാമത് പറഞ്ഞ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ മാത്രമാണ് നോമ്പിൽ കഫാറത്ത് വരുന്നത്. കഫാറത്ത് വരുന്നത് ഈ ഒരു വിഷയത്തിൽ മാത്രമാണ്. അതിനെ കഫാറത്ത് എന്ന് പറയുന്നത്, ഒരു അടിമയെ കിട്ടുമെങ്കിൽ അടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ അയാള് 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം, അതുമല്ലെങ്കിൽ 60 മിസ്കീങ്ങൾക്ക് അയാൾ ഭക്ഷണം കൊടുക്കും. ഇതാണ് ഒരു നോമ്പ് നഷ്ടപ്പെട്ടാൽ. ഈ രീതിയിൽ നഷ്ടപ്പെടുത്തിയാൽ, 2 നോമ്പ് ഇതേ രീതിയിൽ നഷ്ടപ്പെടുത്തിയാലോ അപ്പൊ അയാള് 2 അടിമകളെ മോചിപ്പിക്കേണ്ടി വരും, 120 ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കേണ്ടി വരും, അല്ലെ? 60 പിന്നെ 60 മിസ്കീങ്ങൾക്കാണ്. അപ്പൊ 120 മിസ്കീങ്ങൾക്ക് അയാള് ഭക്ഷണം കൊടുക്കണം. 3 ആണെങ്കിൽ പിന്നെ അതിന്റെ ഇരട്ടിയാവും. അതാണ്. പുറമെ അന്നത്തെ നോമ്പ് അയാൾ ഖളാ വീട്ടുകയും വേണം. അപ്പോ 60 ദിവസം 60+1, അന്നത്തെ നോമ്പ് ഖളാ വീട്ടും വേണം, പുറമെ ഇത് ചെയ്യും വേണം. ഇതാണ് അതിന്റെ കഫാറത്തായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് റമദാൻ മാസത്തിന്റെ പ്രത്യേകത ആയതുകൊണ്ടാണ്. റമദാനിൽ നഷ്ടപ്പെട്ട ഒരു നോമ്പ് അയാള് മറ്റേതെങ്കിലും മാസത്തിൽ ഖളാ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഖളാ വീട്ടുന്ന സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ അവിടെ ഈ പ്രായശ്ചിത്തം ബാധകവുമല്ല. കാരണം അത് ആ റമദാന്റെ ശ്രേഷ്ഠത മറ്റു മാസങ്ങൾക്കൊന്നുമില്ല, ഈ വിഷയത്തിലില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിധി വരാനുള്ള കാരണമായി പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് വരാവുന്ന എട്ടകാലൊന്നും പിന്നെ അതിൽ വരാവുന്ന ഒരു സംശയം ഇതാണ്, ജനാപത്തുകാരൻ. ഒരാൾ ജനാപത്തുകാരനായി, അയാള് സുബഹി ബാങ്ക് കൊടുത്തപ്പോഴൊന്നും കുളിച്ചിട്ടില്ല,
സുബൈ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് അയാൾ കുളിക്കുന്നത്. അയാളെ നോമ്പിന് എന്തെങ്കിലും തടസ്സം ഉണ്ടോ ഇല്ലേ എന്ന്? ഒരു തടസ്സമില്ല. അയാൾക്ക് എന്ത് ചെയ്യാം? നമസ്കരിക്കുന്നതിന് മുമ്പ് അയാൾ കുളിച്ചാൽ മതി. അയാൾ നോമ്പിന് ഒരു പ്രശ്നമില്ല. നോമ്പുകാരന് സ്വപ്നസ്ഖലനം ഉണ്ടായി, അയാളെ നോമ്പ് മുറിയുന്നതല്ല. അത് നോമ്പിനെ ബാധിക്കുന്ന വിഷയമല്ല. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. പിന്നുള്ളത് ഒന്നും ചോദിക്കാത്തതുകൊണ്ട് അങ്ങനെ പറയാട്ടോ. ഈ മൂക്കിൽ മരുന്നൊറ്റിക്കേണ്ട രോഗികളുണ്ടാവും. അവനൊരു നോമ്പ് വെക്കുന്ന പ്രശ്നമല്ല, ഡോക്ടർ മൂക്കിലൊറ്റിക്കേണ്ടെന്ന മരുന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടാവും. ചിലത് കണ്ണിലൊറ്റിക്കേണ്ടതുണ്ടാവും. അപ്പൊ അതുകൊണ്ടൊക്കെ നോമ്പ് മുറിയോ? അങ്ങനെ മൂക്കിലൊറ്റിച്ചാ മുറിയും, കണ്ണിലൊറ്റിച്ചാ മുറിയില്ല. എന്താണോ? മൂക്കിലൊറ്റിച്ചാൽ അത് തൊണ്ടയിലേക്ക് ഇറങ്ങും, കണ്ണിലൊറ്റിച്ചാൽ ഇറങ്ങൂല. അതുകൊണ്ട് കണ്ണിലൊറ്റിച്ചിങ്ങനെ പ്രശ്നമില്ല, മൂക്കിലൊറ്റിച്ചാൽ നോമ്പ് മുറി. ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയില്ല, ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയില്ല. പക്ഷേ ഇഞ്ചക്ഷൻ ഒരു ഗ്ലൂക്കോസിന്റെ സ്ഥാനത്താകരുത്. ഒരു ഭക്ഷണത്തിന്റെ ഫലം ചെയ്യുന്ന ഇഞ്ചക്ഷൻ ആണെങ്കിൽ നോമ്പ് മുറിയും ചെയ്യും. അങ്ങനത്തെ പിന്നെ ഹക്കന ആകരുത്. എൻഡോസ്കോപ്പി ചെയ്താൽ നോമ്പ് മുറിയോ? എൻഡോസ്കോപ്പി ചെയ്താൽ നോമ്പ് മുറിയില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ 5 ഓർത്താൽ മതി. തിന്നുക, കുടിക്കുക, അതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, ഹൈല്, നിഫാസ് ഇതിൽ പെടൂല. തിന്നുക കുടിക്കുന്നതിൽ പെടൂല ഇത് എൻഡോസ്കോപ്പി. അതുകൊണ്ട് അതുവഴി നോമ്പ് നഷ്ടപ്പെടുക, നോമ്പ് മുറിയില്ല എന്നർത്ഥം. ചെവിയിലൂടെ വെള്ളം കയറും, തൊണ്ടിക്ക് പോവോ? അറിയില്ല കേട്ടോ. അറിയില്ല. തൊണ്ടിയിലേക്ക് ഇറങ്ങുമോ? അതിലേക്ക് താഴത്തേക്ക് ഇറങ്ങിയാലാണ് പ്രശ്നം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനൊക്കെ അടിസ്ഥാനം ഇതാണ്. മൂക്കിൽ വെള്ളം പിന്നെ മരുന്നൊട്ടിച്ച മുറി എന്നൊക്കെ പറഞ്ഞല്ലോ. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒതു ഉണ്ടാക്കുമ്പോ നന്നായി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം നോമ്പുകാരൻ ഒഴികെയെന്നോ. എന്താ? മൂക്കിൽ വെള്ളം കയറ്റി ചിലപ്പോ താഴത്തേക്കാണ് പോകും. അതന്നെയാണ് മരുന്നിന്റെ വിധി. കറിയിൽ ഉപ്പുണ്ടോ, പുളിയുണ്ടോ, രസമുണ്ടോ എന്നൊക്കെ നോക്കാൻ നാവിൽ തൊട്ട് നോക്കി നോമ്പ് മുറിയോ? മുറിയില്ല. അത് നമ്മൾ കുപ്പിളിക്കുമ്പോ വെള്ളത്തിന്റെ രുചി കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. അതേപോലെ തന്നെ അപ്പൊ അതൊക്കെ പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആന് ഒരാൾക്ക് ഓതാനൊന്നും നിർബന്ധമല്ല, ഖുർആൻ സ്പർശനത്തിനാണ് നിർബന്ധം എന്നറിയണം. ഒരാൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ നിർബന്ധമില്ലാത്തതില്ല പറയുന്നത്. ഖുർആൻ സ്പർശിക്കാൻ ഒന്നു വേണോ വേണ്ടേ എന്നുള്ള കാര്യത്തില് 4 മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിലും തർക്കമില്ലാത്ത കാര്യമാണ്. ഒന്നുണ്ടാകൽ നിർബന്ധമാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള വിഷയമാണ്. നമ്മളത് അങ്ങനെ നിർബന്ധം എന്ന് പറയാത്തത് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നെസ്സുകളൊന്നും വരാത്തത് കൊണ്ടാണ്. പക്ഷെ നമ്മുടെ ആളുകൾ വളരെ ലാഘവത്തോടുകൂടെ കാണാറുണ്ട്. ഒരു മനോരമയും മാതൃഭൂമിയും ഒക്കെ എടുക്കണ പോലെ ഖുർആൻ തന്നെ ശരിയല്ല. ഏതായാലും അപ്പൊ ഖുർആൻ സ്പർശിക്കാൻ ഒന്നും ഉണ്ടായിരിക്കൽ ഏറ്റവും നല്ലതാണ് എന്ന കാര്യത്തിൽ തർക്കമല്ല. പക്ഷെ ഒരാൾ ഒന്നും ഇല്ലാതെ ഖുർആൻ തൊട്ടാൽ അയാളൊരു ഹറാമ് ചെയ്തു എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ രേഖല്ല. അതുകൊണ്ട് ഒരാൾ ഖുർആൻ ഒന്നുമില്ലാതെ പാരായണം തൊട്ടാൽ, ഖുർആൻ എടുത്ത് പാരായണം ചെയ്താൽ അയാളൊരു വലിയ പാപം ചെയ്തു എന്ന് വിധി പറയാൻ വകുപ്പില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ ശ്രദ്ധിക്കണം, ഏറ്റവും നല്ലത് ഒന്നോടുകൂടെ പാരായണം ചെയ്യാം. ഇപ്പൊ ഒന്നുമില്ല, നമ്മൾ ഖുർആൻ ഓതൊന്നുമില്ല, ദിക്റൊന്നുമില്ല, വെറുതെ നടക്കാന്ന് വിചാരിച്ചോളൂ, അപ്പോഴും ഒരു ഒന്നോടുകൂടെ നടക്കലാണ് നല്ലത്. പരിഭാഷക്ക് ഇതിന്റെ വിധി ബാധകമല്ല. പരിഭാഷ അതിൽ തർക്കമല്ല. പരിഭാഷ നമുക്ക് ഒന്നുമില്ലാതെ തൊടുന്നതിനോ പാരായണം ചെയ്യുന്നതിനോ അതൊന്നും ഈ ഗണത്തിൽ പെടൂല. ഇതും അത് തന്നെയാണ്. ഇപ്പൊ ഖുർആൻ ഉണ്ടല്ലോ, ഇത് തൊടാൻ ഒന്നും വേണ്ട, ഇതിന് ഖുർആന്റെ വിധി ബാധകമല്ല. ഇതുകൊണ്ട് ഒരാൾക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുമോ? പറ്റും. ഖുർആൻ കൊണ്ട് പറ്റുമോ? പറ്റൂല. ഖുർആന്റെ വിധി ഇതിന് ബാധകമല്ല. ഇതിൽ ഖുർആൻ ഉണ്ടെങ്കിൽ പോലും അത് ഇതിന്റെ ബാധകമല്ല. ആ മുസ്ഹഫിനാണ് ആ വിധി.
ഇനി എന്താ നോമ്പുമായി ബന്ധപ്പെട്ട എന്താണ് പറയും? അത് നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. ഖുർആൻ ഉണ്ടെങ്കിൽ നമ്മൾ പള്ളിയിൽ, ചില പള്ളിയിൽ കാണാം 500 600 ഖുർആൻ ഇങ്ങനെ മനോഹരമായി അടുക്കി വെച്ചിട്ട്, അത് അലങ്കാരമായിട്ട്, അലങ്കാരത്തിനുള്ള അല്ല തിലാവത്തിനുള്ളതാണ്. അപ്പൊ അതുണ്ടായിരിക്കെ നമ്മൾ എന്ത് ചെയ്യാം? അതന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഖുർആൻ ഉപയോഗിക്കുന്നതാണ് വേണ്ടത്. പിന്നെ ഇതൊക്കെ യാത്രയിലും മറ്റുമൊക്കെ ഉപയോഗിക്കാം. പള്ളിയിലാണെങ്കിൽ അത് ഖുർആൻ എടുത്തു തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി എന്തുള്ളത്? ഇവിടെ 1-2 ചോദ്യങ്ങൾ, അത് നമ്മളെ റമദാനുമായി ബന്ധപ്പെടാത്തത് കൊണ്ടാണ് ഞാനത് പരാമർശിക്കാത്തത്. ഇല്ല, നഷ്ടപ്പെട്ട നോമ്പ് നോറ്റ് വീട്ടുന്നതിന്റെ കൂടെ ഫിദിയ കൂടെ കൊടുക്കുക എന്നുള്ളത് ഇല്ല. കാരണം 2-1 നിർബന്ധം. അതിന് പകരാണിത്. അത് ഞാവും ചെയ്യണം ഇതും ചെയ്യണം പറയില്ല, ഏതെങ്കിലും ഒന്നാണ് നിർബന്ധം. ഫിദിയ കൊടുക്കാൻ നിർബന്ധമായ ഒരാളെ ഒരു നിലക്കും നിർവഹിക്കാൻ പറ്റാത്ത വരുമ്പോഴാ ഫിദിയ കൊടുക്കണം. അയാൾ ഫിദിയ കൊടുത്താൽ മതി. അയാളോട് നോമ്പ് നോറ്റ് കൂട്ടാന്ന് കൽപ്പിക്കൂല. നോമ്പ് നോറ്റ് കൂട്ടാൻ കഴിവുള്ള ഒരാളോട് ഫിദിയ കൊടുക്കണമെന്നും പറയില്ല. 2-1 അയാൾക്ക് നിർബന്ധം. പറ്റൂല, ഭക്ഷണം കൊടുക്കണം. അത് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞോടത്ത് ഭക്ഷണം തന്നെ കൊടുക്കണം. ഖുർആൻ പറഞ്ഞത് ത്വാമു മിസ്കീൻ എന്നാണ്, അഗതികൾക്കുള്ള ഭക്ഷണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും അത് തന്നെയുള്ളത്, ഭക്ഷണം എന്നാണ്. അത് ഇത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു നിർബന്ധമായ കാര്യമല്ലേ. ഐച്ഛികമായ ദാനധർമ്മങ്ങളാണെങ്കിൽ അത് നമുക്ക് അന്യ ആളുകൾ മുസ്ലിങ്ങൾക്കും കൊടുക്കാം, മുസ്ലിങ്ങൾ അല്ലാത്തവർക്കും കൊടുക്കാം. നിർബന്ധമായൊരു കാര്യമായത് കൊണ്ട് അത് മുസ്ലിങ്ങൾക്ക് പറ്റുള്ളൂ. ഇപ്പൊ സക്കാത്ത് ഇതുപോലുള്ള നിർബന്ധമായ പിന്നെ എന്താ ഫിദിയ, കഫാറത്ത്, ഇതൊക്കെ. നേരെ മറിച്ച് നമുക്ക് സുന്നത്തായ ഒരു ധർമ്മമാണെങ്കിൽ, സദക്കയാണെങ്കിൽ അത് അമുസ്ലിങ്ങൾക്കും കൊടുക്കാം. ഇപ്പൊ ബലി മാംസം കൊടുക്കാം, അമുസ്ലിങ്ങൾക്ക് കൊടുക്കാം. സാബത്ത് കൊടുത്തിട്ടുണ്ട്, പ്രശ്നമല്ല. കാരക്കല്ല, ഈത്തപ്പഴവും അതില്ലെങ്കിൽ കാരക്ക, അതില്ലെങ്കിൽ വെള്ളം. ഇതില് ഒരു ചോദ്യം ഉള്ളത്, ഇത് സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു സഹോദരി, അവർക്ക് പിന്നെ കടബാധ്യതയുണ്ട്. കണ്ണാണല്ലേ, ഞാൻ നേരത്തെ ലെറ്റ് കണ്ടപ്പോ വായിച്ച ഓർമ്മക്ക് പറയാം. അപ്പൊ അവർക്ക് ഈ സഹോദരിയുടെ കടം വീട്ടാൻ അവരുടെ മറ്റൊരു സഹോദരിക്ക് അവരുടെ സക്കാത്ത് കൊടുക്കാൻ പറ്റുമെന്നാണ്. അതായത് ഇപ്പൊ എനിക്ക് എന്റെ ഒരു സഹോദരൻ, അയാൾക്ക് കുറച്ച് കടമുണ്ട്, ഞാൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള സ്വത്തുണ്ട്. എന്റെ ഈ സ്വത്ത്, എന്റെ ഈ സക്കാത്ത് ഞാൻ എന്റെ സഹോദരന് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുത്താൽ അത് ബാധ്യത വീടുമോ ഇല്ലേ എന്നാണ് ഉദ്ദേശം, മനസ്സിലാണ്. അപ്പൊ അതില് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മുടെ സക്കാത്ത് നമ്മൾ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ സഹോദരി നിങ്ങളുടെ ചെലവിൽ, നിങ്ങളുടെ സംരക്ഷണത്തിലും ചെലവിലുമാണ് ജീവിക്കുന്നതെങ്കിൽ ആ സഹോദരിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മൾ സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. കാരണം എന്തായി? അത് നമുക്ക് തന്നെ സക്കാത്ത് തരുന്ന പോലെയായി. എന്റെ ആവശ്യത്തിന് ഞാൻ എന്റെ സക്കാത്ത് ഉപയോഗിക്കുന്ന പോലെയായി. കാരണം ആ സഹോദരിക്ക് ആ സക്കാത്ത് ചെലവിന് കൊടുക്കുന്ന നിർബന്ധമല്ലേ. ആ നിർബന്ധമായ ആവശ്യത്തിന് ഞാൻ എന്റെ സക്കാത്ത് തന്നെ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഫലത്തിൽ എന്റെ സക്കാത്ത് എനിക്ക് തന്നെ കിട്ടണ പോലെയായി. അതുകൊണ്ട് നമ്മൾ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് നമ്മളുടെ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ മാപ്പയും ഉമ്മയും നമ്മുടെ കീഴിൽ നമ്മുടെ സംരക്ഷണത്തിനാ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ സക്കാത്ത് അവർക്ക് കൊടുക്കാൻ പറ്റൂല.
നേരെ മറിച്ച് നമ്മളെ വാപ്പിയും ഉമ്മയൊക്കെ വേറെയാണ്, അവർ സ്വന്തം നിലക്ക് വേറെയാണ് ജീവിക്കുന്നത്. നമ്മൾ ചെലവിന് കൊടുത്തിട്ടൊന്നും വേണ്ട അവർക്ക് പെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ വേറെ വരുമാനമുണ്ട്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിന് കുറച്ച് കടായി വീട്ടാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ അയാൾ കട സക്കാത്ത് നമുക്ക് കൊടുക്കാം, നമ്മൾ ചെലവിലല്ലെങ്കിൽ അത് പറ്റും. അപ്പൊ അതിന്റെ പൊതു നിയമം ഇതാണ്: നമ്മുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ആളല്ലെങ്കിൽ നമ്മുടെ സക്കാത്ത് കൊടുക്കാം. നമ്മുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ആളാണ്, നമ്മുടെ ചെലവിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. അതാണ് അതിന്റെ നിയമമായി പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറെ ചോദ്യം, ഇതും നോമ്പുമായി ബന്ധപ്പെട്ടതല്ല. എല്ലാ ദിവസവും രാത്രി പിന്നെ പാരായണം ചെയ്യേണ്ടുന്ന ഇസ്രാ, സജദ, മുൽക്ക്, സുമർ, ഇങ്ങനെ കുറെ സൂറത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച പ്രത്യേകമായി പാരായണം ചെയ്യേണ്ടുന്ന സൂറത്ത് അൽ കഹ്ഫാണ്. അതിൽ പാരായണം ചെയ്യണം. വേറെ പ്രത്യേകിച്ച് പിന്നെ നമസ്കാരത്തിലല്ലാതെ ഇപ്പൊ സുബഹിയുടെ സുബഹി നമസ്കാരത്തിൽ വെള്ളിയുടെ സുബഹിയിൽ സൂറ എന്താണ് സജദയും പിന്നെ രണ്ടാമത്തെ ദഹ്ർ ഇൻസാനും പാരായണം ചെയ്യണം. ജുമയില് സബ്ബിസ്മ ഗാശിയ ദൂതാണെങ്കിൽ മുഴുവൻ ഓതണം, അലിബിനെ ഓതരുത്. അതാണ് വേണ്ടത്. ഒന്നുകില് സജദ സൂറത്ത് സജദ അങ്ങനെ പാതിയാക്കിയിട്ട് അത് ഒന്നാമത്തെ റക്അത്തിൽ ആദ്യ ഭാഗം, രണ്ടാമത്തെ റക്അത്തിൽ അതങ്ങനെ ചെയ്യരുത്. ഓതാണെങ്കിൽ മുഴുവൻ ഓതണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓതണം. ഇതാണ് എന്തെങ്കിലും ശ്രദ്ധിക്കണം. അല്ലാതെ വെള്ളിയാഴ്ചയിൽ വേറെ പ്രത്യേക എന്തെങ്കിലും സൂറത്തുകൾ ഓതേണ്ടതില്ല.